പണ്ട് കാലത്ത് റോഡുകളിൽ കാറുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഒരു അത്ഭുതത്തോടെയാണ് ആളുകൾ നോക്കിക്കണ്ടതെങ്കിൽ ഇന്നിപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും റോഡുകളിൽ കാറുകളുടെ എണ്ണം പ്രതിദിനം വർദ്ധിക്കുകയാണ്. പലരുടെയും കയ്യിൽ ഒന്നും രണ്ടും മൂന്നും കാറുകളൊക്കെ ഉള്ളവരുണ്ട്. പുതിയ കാറുകൾ എടുക്കാൻ തയ്യാറെടുക്കുന്നവരും നിലവിൽ വാഹനങ്ങൾ ഉള്ളവരും നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോയാണിത്. വാഹനങ്ങൾ വാങ്ങുന്നതിനോടൊപ്പം തന്നെ തീർച്ചയായും നമുക്ക് അതിന്റെ മെയിൻ്റനൻസിനായിട്ട് വലിയ തുകയും ചെലവ് വരാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് ചില അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ വാഹനങ്ങൾ സ്വാഭാവികമാണ്, നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്ത് ചെറിയ രീതിയിൽ തട്ടുകയും മുട്ടുകയും ഒക്കെ ചെയ്യാം. അത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും വലിയ തുക നമ്മുടെ കയ്യിൽ നിന്ന് ചെലവ് വരാറുണ്ട്. അതിനെ മറികടക്കാനാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. സാധാരണ രീതിയിൽ രണ്ട് തരം ഇൻഷുറൻസുകൾ നമ്മുടെ വാഹനങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. ഒന്ന്, ഗവൺമെന്റ് നിർബന്ധമായും വേണമെന്ന് പറഞ്ഞിട്ടുള്ള തേർഡ് പാർട്ടി ഇൻഷുറൻസുകൾ. രണ്ട്, കോംപ്രഹെൻസീവ് ഇൻഷുറൻസുകൾ. ഇത് രണ്ടും വാഹനങ്ങൾക്ക് ആവശ്യമാണ്. ഒന്ന് നിർബന്ധമാണെങ്കിൽ, രണ്ടാമത്തേത് നമ്മുടെ വാഹനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, അപകടങ്ങൾ പറ്റുമ്പോൾ അതിലുണ്ടാവുന്ന കേടുപാടുകൾ പരിഹരിക്കാൻ രണ്ടാമത്തെ ഇൻഷുറൻസ് നമ്മളെ സഹായിക്കാറുണ്ട്. ഇതിലൂടെ നമുക്ക് വലിയൊരു തുക, മെയിൻ്റനൻസിനായിട്ട് വേണ്ടി വരുന്ന വലിയൊരു തുക നമുക്ക് ലാഭിക്കാനായി സാധിക്കും. പണ്ടത്തെ പോലെയൊന്നുമല്ല, ഇപ്പോൾ നമുക്ക് ഇൻഷുറൻസ് ഓൺലൈനായിട്ട് എടുക്കാം. പുതിയ വാഹനങ്ങൾ എടുക്കാൻ ഒരുങ്ങുന്നവരാണെങ്കിലും നിലവിലുള്ള വാഹനത്തിന്റെ ഇൻഷുറൻസ് പുതുക്കാനാണെങ്കിലും ഇപ്പോൾ നമുക്ക് ഇൻഷുറൻസ് ഓൺലൈനിലൂടെ തന്നെ വളരെ സിമ്പിളായിട്ട് പുതിയത് എടുക്കാനാണെങ്കിലും പുതുക്കാനാണെങ്കിലും കഴിയുന്നതാണ്. ഒരു ഇൻഷുറൻസ് ഓൺലൈനിൽ നമ്മൾ എടുത്താലും ഓഫ്ലൈനിൽ നമ്മൾ എടുത്താലും ഇവയുടെ ക്ലെയിം സെറ്റിൽമെന്റിലോ അല്ലെങ്കിൽ ഇൻഷുറൻസിന്റെ കവറേജിന്റെ കാര്യത്തിലോ ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളും ഇല്ല എന്നുകൂടി അറിയുക. മാത്രമല്ല, ഇൻഷുറൻസ് നമുക്ക് തരുന്നത് ഏത് കമ്പനിയാണോ ആ കമ്പനി തന്നെയാണ് നമുക്ക് ഇൻഷുറൻസ് കവറേജ് തരുന്നതും ക്ലെയിം സെറ്റിൽമെന്റ് നടത്തുന്നതും. അല്ലാതെ നമ്മൾ ഇൻഷുറൻസ് പുതുക്കുന്ന പ്ലാറ്റ്ഫോം അല്ല നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നൽകുന്നത്. പരമ്പരാഗതമായിട്ട് നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് ഇൻഷുറൻസ് എടുക്കുന്നതിനെ അപേക്ഷിച്ച് ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ പലപ്പോഴും നല്ല ലാഭത്തിന് എടുക്കാൻ സാധിക്കുമെന്നതും, ഒപ്പം നമുക്ക് ഒന്നിലേറെ ഇൻഷുറൻസ് കമ്പനികൾ താരതമ്യപ്പെടുത്തിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മികച്ച ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കുമെന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. അത്തരത്തിൽ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കമന്റ് ബോക്സിനകത്തും പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, പലരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്. പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഇൻഷുറൻസ് ഡീലർഷിപ്പിൽ നിന്ന് തന്നെ എടുക്കണം, അത് നിർബന്ധമാണ് എന്ന ഒരു തെറ്റിദ്ധാരണ. എന്നാൽ അത്തരത്തിൽ യാതൊരു നിർബന്ധവുമില്ല. പുതിയ വാഹനം എടുക്കുന്നവർക്കും മികച്ച ഇൻഷുറൻസ് ഓൺലൈനായിട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. രജിസ്ട്രേഷൻ സമയത്ത് അത് സ്വീകരിക്കുകയും ചെയ്യും. ഡീലർഷിപ്പ് വഴി എടുക്കുന്ന ഇൻഷുറൻസും നമ്മൾ ഓൺലൈനായിട്ട് എടുക്കുന്ന ഇൻഷുറൻസും എല്ലാം ഒന്ന് തന്നെയാണ്. ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഷുറൻസ് കമ്പനികളുമാണ്. എന്നാൽ നമുക്ക് ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കമ്പയർ ചെയ്ത് എടുക്കാമെന്നതാണ് പ്രത്യേകത. ഓൺലൈനായിട്ട് നമുക്കിപ്പോൾ കോംപ്രഹെൻസീവ് ഇൻഷുറൻസും എടുക്കാൻ സാധിക്കും, തേർഡ് പാർട്ടി ഇൻഷുറൻസും എടുക്കാൻ സാധിക്കും. ഇത് രണ്ടും ഒന്നിച്ചു വേണമെങ്കിലും എടുക്കാൻ സാധിക്കും. കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് പുതിയ വാഹനങ്ങൾക്ക് സാധാരണ രീതിയിൽ 5 വർഷം വരെയും, എന്നാൽ അത്യാവശ്യം നല്ല ട്രാക്ക് റെക്കോർഡുള്ള വാഹനങ്ങൾക്കാണെങ്കിൽ പല ഇൻഷുറൻസ് കമ്പനികളും 6-7 വർഷം വരെയും നൽകാറുണ്ട്. മാത്രമല്ല, ഇപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ചില പ്ലാനുകളും വാഹനങ്ങൾക്കായിട്ട് ഓൺലൈനിൽ ഇന്ന് ലഭ്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പേ ആസ് യു ഡ്രൈവ് എന്ന് പറയുന്ന പ്ലാൻ. നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്ലാനാണിത്. നമ്മളെല്ലാവരും ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു വർഷം ഒരു 10,000 മുതൽ 12,000-15,000 വരെയൊക്കെ കിലോമീറ്റർ ആയിരിക്കും മാക്സിമം യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നമ്മൾ വാഹനം ഓടിക്കുന്നത് എത്ര കിലോമീറ്റർ ആണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ വളരെ കുറഞ്ഞ പ്രീമിയം നൽകിക്കൊണ്ട് നമുക്ക് ഇൻഷുറൻസ് കവറേജ് എടുക്കാനായിട്ട് സാധിക്കും. അത്തരത്തിൽ നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് കവറേജിനാണ് പേ ആസ് യു ഡ്രൈവ് എന്ന് പറയുന്ന പ്ലാനുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചില വ്യക്തികൾക്ക് 2-3 ഒക്കെ വാഹനങ്ങൾ ഉണ്ടാകാം. പക്ഷേ ആ ഒരു വ്യക്തി എപ്പോഴും കൂടുതൽ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ഏതെങ്കിലും ഒരു വാഹനമായിരിക്കും. ആ ഒരു വാഹനമായിരിക്കും ഏറ്റവും കൂടുതൽ ചിലപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ എപ്പോഴും ഉപയോഗിക്കാനായിട്ട് അയാൾ ചൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വാഹനമായിരിക്കും. മറ്റുള്ള വാഹനമൊക്കെ ഓടുന്നത് വളരെ കുറഞ്ഞ കിലോമീറ്ററിലുമായിരിക്കും. ചിലപ്പോൾ ഒരു 5,000 കിലോമീറ്റർ ഒക്കെ ആയിരിക്കും പലപ്പോഴും നമ്മൾ ഓടുക. ആ ഒരു 5,000 കിലോമീറ്റർ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് കോംപ്രഹെൻസീവ് പാക്കേജ് ഇപ്പോൾ എടുക്കാൻ സാധിക്കും. ഇനി ആ ഒരു വാഹനം 5,000 കിലോമീറ്ററിൽ കൂടുതൽ ഓടുകയാണെങ്കിൽ നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാനും ഇപ്പോൾ സാധ്യമാണ്. അതുപോലെ തന്നെ ഒരു വാഹനം 5,000 ഓടിയില്ല എന്ന് കരുതുക, വളരെ കുറച്ച് മാത്രമേ ഓടിയിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ വരുന്ന ഒരു ബാലൻസ് നമുക്ക് അടുത്ത വർഷത്തെ ഇൻഷുറൻസിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ വളരെ കുറഞ്ഞ കിലോമീറ്ററിൽ ഓടുന്ന വാഹനത്തിന് ആ ഒരു കിലോമീറ്റർ കണക്കാക്കിക്കൊണ്ട് ഒരു കോംപ്രഹെൻസീവ് പാക്കേജ് എടുക്കുമ്പോൾ ഇതിനോടൊപ്പം നമ്മൾ കൂട്ടുന്ന സീറോ ഡിപ്രിസിയേഷൻ പോലെയുള്ള
ആഡ് ഓണുകളുടെ പ്രീമിയം കൂടി കുറയുന്നത് കൊണ്ട് നമുക്ക് നല്ലൊരു തുക ഇത്തരത്തിൽ ലാഭിക്കാനായിട്ട് സാധിക്കും. ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ നമുക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള പല ആഡ് ഓണുകളും നമ്മൾ കാർ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കും എന്നതാണ്. സാധാരണ രീതിയിൽ നമ്മൾ ചിലപ്പോൾ ഒരു ഏജൻസിയിൽ പോയി എടുക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാകണമെന്നില്ല. എന്നാൽ ഓൺലൈനായിട്ട് ആകുമ്പോൾ നമുക്കിവ ഓരോന്നും ഓരോ ഇൻഷുറൻസ് കമ്പനിയും പ്രൊവൈഡ് ചെയ്യുന്ന ആഡ് ഓൺസ് ആണെങ്കിലും അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രീമിയംസ് ആണെങ്കിലും എല്ലാം നമുക്ക് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് ചൂസ് ചെയ്യാനും നമുക്ക് ഇൻഷുറൻസ് എടുക്കാനും സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഇത്തരം ആഡ് ഓണുകളിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ആഡ് ഓൺ ആണ് സീറോ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബമ്പർ ടു ബമ്പർ കവറേജ്. ഇത് നമുക്ക് വളരെ ചെറിയൊരു തുക കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനിലൂടെ ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വേറൊരു സാഹചര്യമുണ്ട്. നമ്മുടെ വാഹനം ചിലപ്പോൾ എഞ്ചിൻ ഏതെങ്കിലും തരത്തിൽ ഡാമേജുകൾ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിനിൽ വെള്ളം കയറിയിട്ട് ഡാമേജ് വരാം, അല്ലെങ്കിൽ നമ്മുടെ ലൂബ്രിക്കന്റ് ഇല്ലാതെ വാഹനം ഓടിയിട്ട് എഞ്ചിൻ ഡാമേജ് ആവുന്ന സാഹചര്യങ്ങൾ വരാം. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആഡ് ഓൺ ആണ് എഞ്ചിൻ പ്രൊട്ടക്ട് കവർ എന്ന് പറയുന്നത്. അതായത് എഞ്ചിനിലെ ഡാമേജുകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു കവറേജ് ആണ് ഇത് നൽകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ നമുക്കറിയാലോ, അപ്രതീക്ഷിതമായിട്ടൊക്കെ ഉണ്ടാവുന്ന വെള്ളപ്പൊക്കം, റോഡിലടക്കം ഉണ്ടാവുന്ന വെള്ളപ്പൊക്കങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ വാഹനങ്ങളിൽ എഞ്ചിൻ തകരാറുകൾ സംഭവിക്കുന്നതിന് കാരണമാകും. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഈ ഒരു ആഡ് ഓൺ ഉണ്ടെങ്കിൽ നമുക്കത് വളരെയധികം ഉപകാരപ്പെടും. എഞ്ചിനിലെ ഡാമേജുകൾ പരിഹരിക്കാനുള്ള ഒരു കവറേജ് എഞ്ചിൻ പ്രൊട്ടക്ട് കവർ നമുക്ക് നൽകും. ഓൺലൈനായിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് വളരെ നിസ്സാരമായ ഒരു തുക കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ തന്നെ. അതുപോലെ തന്നെ ഇൻവോയിസ് പ്രൊട്ടക്ഷൻ കവർ ഓർ റിട്ടേൺ ടു ഇൻവെസ്റ്റ് കവർ, ഇങ്ങനെയൊക്കെ പറയുന്ന ആഡ് ഓണുകൾ ഉണ്ട്. നമ്മുടെ വാഹനം മോഷണം പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ വാഹനം നന്നാക്കാനാവാത്ത വിധത്തിൽ ഡാമേജ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വാഹനം വാങ്ങാൻ പോകുന്ന സമയത്ത് ആ ഇൻവോയിസിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു തുക നമുക്ക് ലഭ്യമാകുന്ന ഒരു ആഡ് ഓൺ ആണ് ഇൻവോയിസ് പ്രൊട്ടക്ഷൻ കവർ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഗുണകരമായിട്ടുള്ള ധാരാളം ആഡ് ഓണുകൾ വേറെയുമുണ്ട്. റോഡ് സൈഡ് അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ആഡ് ഓൺ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വാഹനവുമായിട്ട് നമ്മൾ വളരെ ദൂര സ്ഥലത്തേക്ക് ഒരു ട്രിപ്പ് പോവുകയാണെന്ന് കരുതുക. ഒരു അതർ സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇന്ത്യ ഒട്ടാകെ ഒന്ന് സഞ്ചരിക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്ന ട്രാവലൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ വളരെ ദൂര സ്ഥലത്തേക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അത്തരം സ്ഥലങ്ങളിൽ നമുക്ക് പരിചയമല്ലാത്ത ഒരു റോഡിൽ നമ്മുടെ വാഹനം ബ്രേക്ക് ഡൗൺ ആയിട്ട് നമ്മൾ പെട്ടുപോവുകയാണ്. ആ സമയത്ത് നമുക്കൊരു മെക്കാനിക്കിന്റെ സഹായം ആവശ്യമാണെങ്കിൽ അത് ഉറപ്പ് നൽകുന്ന ഒരു ആഡ് ഓൺ ആണ് നമ്മൾ മേൽ പറഞ്ഞ റോഡ് സൈഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആ ഒരു ആഡ് ഓൺ. അതുപോലെ തന്നെ മറ്റൊരു ആഡ് ഓൺ ആണ് കീ പ്രൊട്ടക്ഷൻ കവർ എന്ന് പറയുന്ന ആഡ് ഓൺ. കാറുകളുടെ കീ ഒക്കെ നമുക്കറിയാം വളരെ വില കൂടിയ ഒന്നാണ് കീകൾ. ഇത്തരത്തിൽ കീകൾ നമ്മുടെ കൈകളിൽ നിന്ന് കളഞ്ഞു പോവുകയോ ഏതെങ്കിലും തരത്തിലുള്ള മോഷണ ശ്രമത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് അത് ലോക്കായി പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ മറ്റ് ഡാമേജുകൾ പറ്റുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു തുക നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആഡ് ഓൺ ആണ് കീ പ്രൊട്ടക്ഷൻ കവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ആഡ് ഓൺ കൂടിയുണ്ട്. ഇപ്പൊ നമ്മുടെ വാഹനം അപകടത്തിൽപ്പെട്ടു, അതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റേണ്ടതായിട്ട് വന്നേക്കാം, ഓയിൽ ഫിൽറ്ററുകൾ മാറ്റേണ്ടതായിട്ട് വന്നേക്കാം, ഗ്യാസ് കിറ്റുകൾ മാറ്റേണ്ടതായിട്ട് വന്നേക്കാം, വാഷറുകൾ മാറ്റേണ്ടതായി വന്നേക്കാം. ഇത്തരം സന്ദർഭങ്ങളിൽ ഇതൊന്നും നമുക്ക് സാധാരണ ഇൻഷുറൻസ് കവറേജിൽ ലഭിക്കാറില്ല. എന്നാൽ ഇതുകൂടി നമുക്ക് ലഭ്യമാക്കുന്ന ഒരു ആഡ് ഓൺ ആണ് കൺസ്യൂമബിൾ കവർ എന്ന് പറയുന്ന ഒരു ആഡ് ഓൺ. ഇതുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിലും ഉപകാരപ്പെടുന്നതാണ്. ഇത്തരത്തിലുള്ള ആഡ് ഓണുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് ഓൺലൈനായിട്ട് പബ്ലിക് സെക്ടറിലുള്ള കമ്പനികളാണെങ്കിലും പ്രൈവറ്റ് സെക്ടറിലുള്ള കമ്പനികളാണെങ്കിലും ഇന്ത്യയിലെ മികച്ച ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്ന, കമ്പയർ ചെയ്തിട്ട് എടുക്കാൻ സാധിക്കുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കമന്റ് ബോക്സിനകത്തും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ നിങ്ങൾക്ക് പുതിയ ഇൻഷുറൻസ് എടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ട് അത് പുതുക്കാനാണെങ്കിലും സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വളരെയധികം ലാഭത്തിന് നിങ്ങൾക്ക് എടുക്കാനും ചിലപ്പോൾ സാധിച്ചേക്കാം. വളരെ തുച്ഛമായ തുകയ്ക്ക് നമ്മൾ എടുക്കുന്ന ആഡ് ഓൺസ് പലപ്പോഴും നമ്മളെ വളരെയധികം ചില സന്ദർഭങ്ങളിൽ സഹായിക്കുന്നതാണ്. ഇത്തരത്തിൽ ആഡ് ഓൺ ചേർത്ത് നിങ്ങൾക്ക് ഇൻഷുറൻസ് പുതിയത് എടുക്കുകയോ പുതുക്കുകയോ മാത്രമല്ല, നിങ്ങളുടെ വാഹനത്തിന്റെ വില അനുസരിച്ച് നിങ്ങൾക്ക് ഓഫ്ലൈനിൽ എടുക്കുന്ന ഇൻഷുറൻസിനേക്കാൾ ഒരു 40,000 രൂപ വരെ ലാഭിക്കാനും ഇത്തരത്തിൽ ഓൺലൈനിലൂടെ എടുക്കുന്ന ഇൻഷുറൻസുകൾക്ക് സാധിക്കും. അതുമാത്രമല്ല, നിങ്ങളുടെ പഴയ വാഹനത്തിൽ ഉണ്ടായിരുന്ന നോ ക്ലെയിം ബോണസ് പുതിയ വാഹനത്തിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും. ഇത്തരത്തിൽ 21 പരം ഇൻഷുറൻസ് കമ്പനികളുടെയും ഇൻഷുറൻസ് നമുക്ക് പുതുക്കാനും എടുക്കാനും ഒക്കെ തന്നെ ഓൺലൈനിലൂടെ സാധിക്കും.
അതോടൊപ്പം തന്നെ 24 മണിക്കൂറും ക്ലെയിം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. ഒപ്പം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലെയിം മാനേജറുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് പരിഗണിക്കുക. തീർച്ചയായും ഇന്ന് ഓൺലൈനായിട്ട് എടുക്കുന്നത് ഓഫ്ലൈനായിട്ട് എടുക്കുന്നതിനെ അപേക്ഷിച്ച് വളരെയധികം നേട്ടമുള്ള ഒരു കാര്യം കൂടിയാണ്. എല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കുക. ലിങ്കിൽ കയറിയിട്ട് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇൻഷുറൻസ് എടുക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.